ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് കരിയറിൽ നിങ്ങൾ തമ്മിൽ കണ്ടു വരുത്തിയ 3 വലിയ മിസ്റ്റേക്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ബേസിക്കലി ഇത് ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എന്നുള്ളതല്ല, ഒരുപാട് ആൾക്കാർ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. നിങ്ങളും ഭാവിയിൽ വരുത്താൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണ് ഇതെല്ലാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് കണ്ടത്, ഞാനിത് പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കാതിരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളോട് പറയുമ്പോൾ വിചാരിക്കും പിന്നെയും ഞാൻ ഈ കാര്യം പറയുന്നു വിചാരിക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഏതൊരു കോഴ്സിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്ര സമയം എടുത്ത് അതിനു വേണ്ടി പഠിക്കും, ശരിയല്ലേ? ഇപ്പം നിങ്ങളൊരു എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 വർഷം എടുത്ത് പഠിക്കണം. MBBS പോകുന്ന ഒരാളാണെങ്കിൽ MBBS, MD, FRCS, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ജോബിന് കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ പോയിട്ട് പണിയെടുക്കേണ്ടി വരും. ഇപ്പം ഇങ്ങനെ എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ 10th പാസ്സാവണമെങ്കിൽ 10th വരെ പഠിക്കണം. 1st സ്റ്റാൻഡേർഡ് തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ, നമുക്ക് അഡ്മിഷനും കിട്ടുള്ളൂ, നമുക്ക് പാസ്സാവാനും പറ്റും. അതേപോലെ തന്നെ 12th ഇത്ര മാർക്ക് വേണം, എൻട്രൻസിന് ഇത്ര റാങ്ക് വേണം, എങ്കിലും ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. അപ്പം ഇതേപോലെ തന്നെയാണ് ആക്ച്വലി ട്രേഡിംഗ് വരുന്നത്. ട്രേഡിങ്ങിലാണെങ്കിലും ഇത്ര നാൾ നിങ്ങളിത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഈ പറയുന്ന പല ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും IT പ്രൊഫഷണൽസ് ആണെങ്കിലും അല്ലാതെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇവരൊക്കെ കുറേ അധികം പൈസ മുടക്കി കോഴ്സുകൾ പഠിച്ചിട്ട് ഒരു ജോലിക്ക് കയറിയിട്ടിരിക്കുന്നവരാണ്. അവർ കിട്ടുന്ന സാലറി അവർ ഹാപ്പിയാണ്. പക്ഷേ ഇവർക്ക് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ മാത്രം കയറുമ്പോൾ തന്നെ കാശ് വേണം. ഇന്ന് തുടങ്ങി നാളെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം വേണം. നിങ്ങൾ ആദ്യം ആക്റ്റീവായിട്ടൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കണം. കാരണം ഈ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര പേർക്ക് കറക്റ്റ് ചിലവിനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ നെസസിറ്റീസിനെല്ലാം ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഒരു മാസം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റി വെക്കാനോ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാനോ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കാനോ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഫോക്കസ് ഓൺ മേക്കിംഗ് മണി. പാസീവ് സോഴ്സ് എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമാണ്. അപ്പം ഇപ്പം ജോലിയുള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇത്രയും വർഷത്തെ കോഴ്സും കഴിഞ്ഞ് ഇത്ര സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇത്രയും റിവാർഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ ട്രേഡിംഗ് പോലൊരു പ്രൊഫഷൻ, നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു മാസത്തെ സാലറി ഒരു ദിവസം പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ അത്രയും തരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രൊഫഷന് എത്ര ടൈം നിങ്ങൾ കൊടുക്കേണ്ടി വരും പഠിക്കാൻ? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ ഇപ്പം ഞാനും ഇൻക്ലൂഡിങ് എനിക്കും ഇതേ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ BTech പഠിച്ച് മറ്റേ സപ്ലൈ അടിച്ചിരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ട്രേഡിങ് തുടങ്ങിയാൽ അപ്പം തന്നെ എനിക്കും കാശ് വേണം. ഇതേ ആറ്റിറ്റ്യൂഡ് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളാരും കുറ്റം പറയില്ല, എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനത് കുറേ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരുപാട് ഓവറായിട്ടുള്ള റിസ്കുകൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെറുതെ കുറേ കാശ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, ലോസ് വരുത്തി കളഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ വന്നു, അത് നിങ്ങൾക്ക് വരരുത്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് ഉണ്ടായിരിക്കും, വേറെ ഒരാൾക്ക് ഇത് വരരുത്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ മാറണം? സോ ബേസിക്കലി ഫസ്റ്റ് തിങ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കിൽ ഒന്നെന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാതെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ട്രേഡിങ്ങിനെ പറ്റി എല്ലാം അവെയറാണ് ആൾക്കാർ. ട്രേഡിംഗ് ലോസസിനെ പറ്റിയും ട്രേഡിങ്ങിലുള്ള സ്കാമുകളെ പറ്റിയും കോഴ്സുകൾ, അങ്ങനെ സ്ട്രാറ്റജീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരും അവെയറാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. എനിക്ക് കയറിയപ്പോൾ ഒന്നും അറിയില്ല. എനിക്കറിയുന്ന ഒരാളുണ്ട്, അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ഞാൻ കണ്ടത്. അത് എന്താണെന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ ബേസിക് ആയിട്ടുള്ളത് പോലും അറിയില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലും, ചെറിയ പൈസ വെച്ചിട്ടാണെങ്കിലും വലിയ പൈസ വെച്ചിട്ട് തുടങ്ങാനാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് മാത്രം എൻ്റർ ചെയ്യുക. പഠിക്കാതെ ഒരിക്കലും ട്രേഡിങ്ങിലോട്ട് ഇറങ്ങിത്തിരിക്കരുത്. നല്ല രീതിയിൽ കാശ് പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. കംസ് ടു അവർ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റോപ്പ് ലോസ് നോക്കില്ലായിരുന്നു. അപ്പം ഇപ്പോഴും എനിക്കറിയാം. കാരണം നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, കുറേ ലോസുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നീട് സംസാരിച്ചപ്പോഴും എത്രയോ ലക്ഷം രൂപ ഒരു ദിവസം ലോസ് വരുത്തി, അത് പറയാതെ ചെയ്തതാണ്. എന്നിട്ട് പുള്ളി പറയുന്നൊരു കാര്യം, ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല, അഭിമാനത്തോടെ പറയുന്നത്. ഒരിക്കലും അത് അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ഭയങ്കര അപമാനത്തോടെ, മണ്ടത്തരമാണ് സത്യത്തിൽ. ഞാനും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ്. ആദ്യം വെക്കേണ്ട സാധനം. എല്ലാവരും പ്രോഫിറ്റിനെ പറ്റി സംസാരിക്കും, പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ലോസിനെ പറ്റിയിട്ടാണ്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ട്രേഡ് പോയില്ലെങ്കിൽ നിങ്ങളുടെ എത്ര പൈസ പോകും എന്നുള്ള ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഈ ട്രേഡ് 10 ലക്ഷം രൂപ കൊണ്ട് ഈ ട്രേഡ് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം 8 ലക്ഷം ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതേ 10 ലക്ഷം പോകുമെന്നുള്ള കാര്യം പലരും ആലോചിക്കുന്നില്ല. അപ്പം നമുക്ക് ലൈഫിലെന്ന് പറയുമ്പോൾ റിസ്ക് എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാം കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. നമുക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, കാരണം എൻ്റെ റിസ്ക് കേപ്പബിലിറ്റി ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ഏറ്റവും കേപ്പബിലിറ്റി.
അല്ലെങ്കിൽ മൂന്നാമത് ഒരാളുടെ. ചിലർക്ക് 1000 രൂപ പോലെ ഇറങ്ങും, ചിലർക്ക് 10000 രൂപ പോലെ ഇറങ്ങും, ചിലർക്ക് 1 ലക്ഷം രൂപ പോലെ ഇറങ്ങും, ചിലർക്ക് 10 ലക്ഷം രൂപ പോലെ ഇറങ്ങും, ചിലർക്ക് 1 കോടിയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ട്രേഡേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ കേപ്പബിലിറ്റിയാണ്. പക്ഷെ നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് അറിയാം. നിങ്ങളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുമ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് വന്ന ഇതുപോലുള്ള കുറേ അവസ്ഥകൾ വരും. കാരണം നമ്മുടെ ഒരു പ്രൈമറി തിങ് ട്രേഡിങ്ങിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പ്രൈമറി ആവശ്യം എന്ന് പറഞ്ഞാൽ, കാരണം ചിലപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പം നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, നിങ്ങൾക്ക് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത് ട്രേഡിങ്ങിലേക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ജോലി വിട്ടിട്ട് ട്രേഡിങ്ങിലോട്ട് ശ്രമിക്കുന്ന ഒരാളായിരിക്കും. എന്താണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. പ്രോഫിറ്റ് എത്ര വരുന്നത് അതൊന്നും നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്കുള്ള പൈസ പോകാതിരിക്കണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് തിങ്. ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. അവിടെയാണ് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾ ഏതൊരു ട്രേഡ് എടുക്കുമ്പോഴും ടാർഗറ്റ് അല്ല, സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ആദ്യം നോക്കുക. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും? ഓക്കെ, ഈ ട്രേഡിന്റെ ഡയറക്ഷൻ എതിരെ പോയാൽ എങ്ങോട്ട് പോകും, എത്ര രൂപ എനിക്ക് ലോസ് വരും, എത്ര രൂപ നഷ്ടം വരും, ഇത് നോക്കുക. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും. സോ തേർഡ് പോയിന്റ്, അത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയണേ. ഓപ്ഷൻസ് ഒന്നും അറിയാതെ പോയി ഓപ്ഷൻസിലോട്ട് കയറി കൊടുത്തെന്ന് പറയാം. കാരണം ഈ പറഞ്ഞ സിറ്റുവേഷനാണ്. മനസ്സിലായി, ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയത്തില്ല, കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഓപ്ഷനിൽ കയറിയപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയായിരുന്നു, എന്നാലും കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഈ റിസ്ക് മാനേജ്മെന്റോ സ്റ്റോപ്പ് ലോസോ അതൊന്നും അറിഞ്ഞുകൂടാ. അതൊന്നും അറിയാതാണ് ഓപ്ഷനിൽ കയറിയത്. ഓപ്ഷനിൽ കയറി ഇനി മറ്റേ ഓപ്ഷനെ വിളിക്കുന്നത് ഹീറോ സീറോ എന്നാണല്ലോ, അതേപോലെ തന്നെയാണ്. ഒറ്റയടിക്ക് ഹീറോയും ആക്കും, അതേപോലെ തന്നെ നമ്മളെ സീറോ ആക്കും. കാരണം ഒരു ദിവസത്തെ ട്രേഡിൽ എനിക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് 3 ലക്ഷം രൂപ പ്രോഫിറ്റ് വരും. അതേപോലെ തന്നെ 3 ലക്ഷം രൂപ ചിലപ്പോൾ ഒറ്റയടിക്ക് ലോസും വരുത്തിക്കളയും. അപ്പം ഇങ്ങനെ കേപ്പബിലിറ്റി ഉള്ള ഒരു സാധനമാണ് ഓപ്ഷൻസ്. ബിഫോർ യു ഡൈവ് ഇൻ ടു ഓപ്ഷൻസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ ഫസ്റ്റ് 2 മിസ്റ്റേക്കുകൾ തിരുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം സ്റ്റോപ്പ് ലോസ്, പ്രൊട്ടക്ടിങ് യുവർ ക്യാപിറ്റൽ, റിസ്ക് മാനേജ്മെന്റ് സൈഡ്, നിങ്ങളുടെ ക്യാപിറ്റലിനെ എങ്ങനെ സേഫ് ആക്കാം, പ്രോഫിറ്റിനെ പറ്റി അല്ലാതെ ലോസുകളെ പറ്റി ചിന്തിച്ചു തുടങ്ങാം. പിന്നെ തേർഡ് തിങ്, ഇത് രണ്ടും ഇല്ലാതെ ഓപ്ഷൻ തൊടാൻ നിൽക്കരുത്. ഇപ്പം ഈ ഓപ്ഷൻ ബൈ എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ഓപ്ഷൻ ബൈയിങ് ഒരു റെഗുലർ ബേസിൽ ചെയ്യുന്ന ഒരാളല്ല. അത്രയും നല്ലൊരു എൻട്രി ആണ് എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ എടുക്കുള്ളായിരിക്കും. ചിലപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ 1-2 ട്രേഡുകൾ എടുത്ത മാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഒരു വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസോ ട്രേഡുകൾ എടുക്കുന്ന സമയങ്ങളുണ്ട്. ഏറ്റവും ലിമിറ്റ് ചെയ്യാൻ നോക്കുക. അഗ്രസീവായിട്ടൊരു ഓപ്ഷൻ ബയ്യർ ആവാതിരിക്കുക. അത് നിങ്ങൾക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഒരിക്കലും ഒരു പ്രോഫിറ്റ് തരുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ അഗ്രസീവ് അല്ലെങ്കിൽ ഡെയിലി ട്രേഡിംഗ് ഓപ്ഷൻസ് എന്നുള്ള ഒരു കാര്യം ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ ഏത് മാർക്കറ്റിൽ നിൽക്കുന്നവരാണല്ലോ, ഇക്വിറ്റിയിൽ ചെയ്യുന്നവരാണല്ലോ, ഇന്ത്യൻ മാർക്കറ്റാണല്ലോ, ഫോറക്സ് മാർക്കറ്റാണല്ലോ, എവിടെയല്ല ഈ പ്രിൻസിപ്പിൾസ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് ട്രേഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഓൺ അനദർ വീഡിയോ. ബൈ.